നമ്മളിപ്പോൾ കൽപ്പറ്റയിലാണുള്ളത്. അല്പസമയം മുൻപാണ് ഈ നമ്മുടെ സൈന്യം ഈ അവരുടെ രക്ഷാദൗത്യം അല്ലെങ്കിൽ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ചിട്ടുള്ള പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ ഈ കൽപ്പറ്റയിലേക്കുള്ള സ്കൂളിലേക്ക് എത്തുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ സൈന്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ക്ലബ് അംഗങ്ങളും ചേർന്ന് ഇത്തരത്തിൽ ഒരു വൻ സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. ഈ ബെയിലി പാലം നിർമ്മിച്ച സംഘത്തെയാണ് ഇപ്പോൾ ഹർഷാരവങ്ങളോടെ ഇവിടെയുള്ള ക്ലബ് അംഗങ്ങളും അതുപോലെ തന്നെ ഈ നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഇത്തരത്തിൽ ഈ സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. ഈ മൂന്ന് വാഹനങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ ഈ മിലിറ്ററി അല്ലെങ്കിൽ നമ്മളെ ഈ സേനാ അംഗങ്ങൾ സൈന്യം ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അവരെയാണ് ഇത്തരത്തിൽ ഈ ഹർഷാരവങ്ങളോടുകൂടി ഇത്തരത്തിൽ ഈ നാട്ടുകാരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്ന് ഇത്തരത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും കുറെ അധികം ഉദ്യോഗസ്ഥർ ഇവിടേക്ക് കയറാനുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഈ സംഘം ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ വിവിധ ക്ലബ് അംഗങ്ങളും കാത്തു നിൽക്കുകയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഒരു പാലം അത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ ഏത് രീതിയിലാണ് സഹായിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. കാരണം ഈ ഒരു ദൗത്യത്തിന് വലിയൊരു അളവിലാണ് ഈ ഒരു പാലം സഹായിക്കുക. പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ വലിയ പ്രതിസന്ധി നേരിടുകയൊക്കെ ചെയ്ത ഘട്ടത്തിൽ ഈ ഒരു പാലത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഈ പാലം വന്നതോടുകൂടി തന്നെ പ്രധാനമായിട്ടും അതായത് ഈ കൂടുതൽ വാഹനങ്ങൾ പ്രത്യേകിച്ച് യന്ത്രങ്ങളുടെ സഹായം ആവശ്യമുള്ള ഘട്ടങ്ങളിലേക്കാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ കൂടുതൽ വാഹനങ്ങൾ പ്രത്യേകിച്ച് ഹിറ്റാച്ചി അതുപോലെ തന്നെ JCB പോലെയുള്ള വലിയ വാഹനങ്ങൾക്ക് കടക്കാനുള്ള ഒരു സൗകര്യം ഈ പാലത്തിലൂടെ സാധ്യമാകുന്നു. കൂടുതൽ രക്ഷാപ്രവർത്തനം സുഗമമാകാനും ഈ പാലം സഹായിക്കും. ആ ഒരു ഘട്ടത്തിൽ ഈ നമ്മുടെ സൈന്യത്തിന്റെ ഈ ഒരു പ്രവർത്തനം അത് പ്രശംസനീയമാണ്. അത് ഏവരും ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഈ ദൗത്യം ആരംഭിച്ചത് മുതൽ ഏവരും ഉറ്റ് നോക്കിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ സൈന്യത്തെ എല്ലാവരും ഹർഷാരവങ്ങളോടുകൂടി സ്വീകരിക്കുന്നത്. അവരവരുടെ താമസ സ്ഥലത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഹർഷാരവങ്ങളോടുകൂടി ഇവിടെയുള്ള നാട്ടുകാർ എല്ലാവരും തന്നെ ഈ സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. നാട്ടുകാരുണ്ട്, അതുപോലെ തന്നെ ക്ലബിലെ അംഗങ്ങളുണ്ട്, സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ തന്നെ ഈ സ്വീകരണത്തിൽ പങ്കാളികളാകുന്നുണ്ട്. റിജിത്ത. ഷാഹിദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. മദ്രാസ് റെജിമെന്റിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്.